ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിച്ച് ബോർഡിൻ്റെ അണ്ടർഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി സ്വിച്ച് ബോർഡിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ് എങ്ങനെ ചെയ്യാം, അതുപോലെ ഏത് പൈപ്പാണ് ബെറ്റർ എന്നുള്ളതിൻ്റെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂം കയറി വരുന്ന ഭാഗത്തുള്ള സ്വിച്ച് ബോർഡാണ് ഇത്. ഇത് നമുക്ക് നേരെ ബാത്റൂം പോകുന്നുണ്ട്. അവിടെ ഒരു 2 മുടികൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിലോട്ടാണ് നമുക്ക് ഇത് സപ്ലൈ കയറേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുവഴി താഴെ വെട്ടി അണ്ടർഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് PVC പൈപ്പാണ്. അപ്പോൾ അത് ഏത് പൈപ്പാണ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, അതേപോലെ നല്ല കട്ടിയുള്ള പൈപ്പാണ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം 3/4 ഇഞ്ച് പൈപ്പാണ് ഇതിട്ടേക്കുന്നത്. കാരണം ഇവിടെ 3/4 ഇഞ്ച് അണ്ടർഗ്രൗണ്ട് ഇടാൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തോട്ട് ഇനിയൊരു സെപ്പറേറ്റ് ഒരു പവർ ലൈൻ കയറ്റിക്കൊണ്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3/4 ഇഞ്ച് പൈപ്പ് PVCയുടെ ത്രെഡഡ് ആയിട്ടുള്ള പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് സുപ്രീമിൻ്റെ പൈപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഭിത്തി കട്ട് ചെയ്ത് 25 mm PVC പൈപ്പ് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഇതേപോലെ ഈ ബെൽറ്റിൻ്റെ അകത്തുകൂടെ തന്നെ നമ്മൾ അണ്ടർഗ്രൗണ്ട് താഴെ കൂടെ കിളച്ച് നമ്മൾ കൊണ്ടുവന്ന് നേരെ സ്വിച്ച് ബോർഡിൽ കയറിയേക്കുന്നത്. കാരണം ഇതുവഴി മെയിൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അതൊരു 3/4 അടിയോളം നമ്മൾ ഇത് താത്താണ് ഇട്ടേക്കുന്നത്. കാരണം ഇത് ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് തറ കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് പൈപ്പുകൾ താത്തിടാൻ വേണ്ടിയിട്ട്. കാരണം നല്ല തിക്നെസ്സുള്ള നല്ല കട്ടിയുള്ള ത്രെഡ് പൈപ്പ് തന്നെ യൂസ് ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന സുപ്രീമിൻ്റെ 25 mm പൈപ്പാണ് നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതൊരു ബെഡ്റൂമിൻ്റെ ഏരിയ മാത്രമേ ഉള്ളൂ നമ്മളിപ്പം ഇത് ചെയ്തേക്കുന്നത്. ഇനി എല്ലാം പോകേണ്ടത് DB വഴിയായിട്ടുള്ള പൈപ്പിങ്ങാണ്. അപ്പോൾ DB വഴി നമുക്ക് ഇനി മെയിൻ പോകേണ്ട, അതായത് കിച്ചണിലോട്ടും ഡബിൾ കിച്ചൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് DB എന്ന് വേണം ഇനി നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് PVC പൈപ്പ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ അണ്ടർഗ്രൗണ്ട് ചെയ്യുമ്പോൾ നല്ല പൈപ്പുകൾ, നല്ല ക്വാളിറ്റി, നല്ല കമ്പനി ആയിട്ടുള്ള നല്ല പൈപ്പുകൾ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പോൾ സുപ്രീമിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. സുപ്രീമിൻ്റെ 25 mm PVC പ്ലംബിംഗ് പൈപ്പ് എന്ന് എഴുതിയിട്ടുള്ളത്. സുപ്രീമിൻ്റെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സുപ്രീമിൻ്റെ സാധനമാണ്. അപ്പം സുപ്രീമിനാണ് ഏറ്റവും കൂടുതൽ ഇച്ചിരി നല്ലോണം ക്വാളിറ്റി നിൽക്കുന്നത് നമ്മുടെ ഷോപ്പിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സുപ്രീമിൻ്റെ പൈപ്പ് നമ്മൾ എടുത്തത്. ഇത് 3/4 ഇഞ്ചാണ്. കാരണം നമ്മൾ കൂടുതൽ വയറുകളൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് 25-ൻ്റെ എടുത്തത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഉപയോഗിക്കേണ്ട വന്നേനെ. അപ്പോൾ ഈ പൈപ്പിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ തിക്നെസ് കണ്ടില്ലേ, ആ പൈപ്പിൻ്റെ തിക്നെസ്. ഇത് ത്രെഡ് പൈപ്പാണ്. അപ്പോൾ അത്രയും കട്ടി നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് മണ്ണിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഇതേപോലുള്ള ക്വാളിറ്റിയുള്ള പൈപ്പുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബെൻഡായിട്ട് എടുക്കുന്നത് സുപ്രീമിൻ്റെ തന്നെ ബെൻഡാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. 2 സൈഡിലും സുപ്രീമിൻ്റെ ബെൻഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അത് നമ്മൾ ഈ സോൾവെൻറ്റ് കൊണ്ട് ഒട്ടിച്ച്, സോൾവെൻറ്റ് അല്ലെങ്കിൽ ഹൈ ബോണ്ട്, നമ്മളിവിടെ എടുത്തേക്കുന്നത് ഹൈ ബോണ്ടാണ്, PVC സോൾവെൻ്റാണ്. കണ്ടോ, പൈപ്പ് ഒട്ടിക്കാൻ വേണ്ടി ഹൈ ബോണ്ടിൻ്റെ ഇതുപോലത്തെ പശയും വെച്ച് ഇട്ടാണ് നമ്മൾ ഈ പൈപ്പുകൾ ഒട്ടിച്ച് ഇവിടെ ഈ ബെൻഡിൻ്റെ അകത്ത് കയറ്റി ഇട്ടേക്കുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അണ്ടർഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി പൈപ്പുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തറയൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇടിച്ചുറപ്പിക്കുമ്പോൾ ഇത് സ്ക്രാച്ച് ആവാൻ, അതായത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ക്രാക്ക് വീണ് അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇതേപോലുള്ള നമ്മളിപ്പോൾ എടുത്തേക്കുന്ന സുപ്രീമിൻ്റെ പൈപ്പാണ് എന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ട് കിടന്നുള്ളൂ. ഇപ്പോൾ നമ്മളെടുത്തേക്കുന്ന സുപ്രീം ആയതുകൊണ്ടാണ് സുപ്രീമിനെ കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ വേറെ കമ്പനിയുടെ നല്ല പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി പൈപ്പുകൾ തന്നെ യൂസ് ചെയ്യണം അണ്ടർഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അപ്പം നല്ല പൈപ്പുകൾ വെച്ച് യൂസ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. എന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളിയോ അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രിങ്ങോ കമ്പിയോ നമുക്ക് ഇതുവഴി നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ തന്നെ കയറ്റി ഇടാം. കാരണം പിന്നീട് വയറ് വലിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വലിക്കാനും എളുപ്പമായിരിക്കും.